അയ്യോ എന്തേലും പ്രശ്നടാ? എന്താ പറയാ, ഈഗോ ക്ലാഷ് ആണ്. അവർ രണ്ടാളും വർക്ക് ചെയ്യല്ലേ? രണ്ടാളും വർക്ക് ചെയ്യുന്ന ഓനെയും കാട്ടി ഓക്കാവുന്ന ശമ്പളം കൂടുതലല്ലോ. പിന്നെ അവര് തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങളായി. ഓടാ പറഞ്ഞു അവനെ വേണ്ട. എടാ ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ. ഒരു ട്രാൻസ്ജെൻഡറിനെ ഒരാൾ ഇന്റർവ്യൂ ചെയ്യുക. അപ്പോൾ അയാളോട് ചോദിക്കുകയാണ്, നിങ്ങളെ കാഴ്ചപ്പാടിൽ ആണിനാണോ പെണ്ണിനാണോ കൂടുതൽ ജോലി അത്യാവശ്യം? അയാൾ പറയാ രണ്ടാൾക്കും ജോലി ആവശ്യമാണ്, പക്ഷെ കൂടുതൽ ആവശ്യം ആണിനാണ്. അതെന്താന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഒരു ആണ് സമ്പാദിക്കാൻ തുടങ്ങിയാൽ അവൻ ചിന്തിക്കാൻ ഇനി എൻ്റെ കാര്യം കുടുംബത്തിൻ്റെ കാര്യം നോക്കാനാണ്. അതേസമയം ഒരു പെണ്ണ് സമ്പാദിക്കാൻ തുടങ്ങിയാൽ അവളെ ചിന്തയിൽ ആദ്യം വരാൻ, എനിക്കിനി ഒരാളെ നോക്കണ്ടാലോ, എൻ്റെ കാര്യം എനിക്ക് നടത്താനോ. അതായത് കുതിരക്ക് കൊമ്പ് കിട്ടിയവന്. എല്ലാ പെണ്ണല്ല, ചില പെമ്പിള്ളർ. ആ ചില പെമ്പിള്ളറെ ചിന്താഗതിയിൽ അങ്ങനെ ഉണ്ടാവാൻ കാരണമില്ല, അവരമ്മമാർ തന്നെയാണ്. നമ്മളിപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും കാണുന്നില്ലേ അമ്മമാർ മക്കളോട് പറയുന്നത്, ഇല്ല നമ്മളോടെല്ലാം പറയുന്നത് ഇങ്ങനെ, ഞാൻ എൻ്റെ മോളെ വേഗം കല്യാണം കേൾപ്പിക്കില്ലേ, എൻ്റെ മോളെ നല്ല പഠിച്ചിട്ടൊരു ജോലി സമ്പാദിക്കട്ടെ, എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കട്ടെ, എന്നിട്ട് മതി കല്യാണമല്ലോ. എന്നിട്ട് മോളോട് എന്താ ഉപദേശിക്കാൻ, മോളെ നല്ലോണം പഠിച്ചൊരു ജോലിയെല്ലാം സമ്പാദിക്കാൻ നോക്കി. ഇല്ല ഇതാ ഈ അമ്മൻ്റെ ഗതിയാവേ എനിക്ക്. ഇല്ല ഈ അമ്മക്ക് എന്താ ഗതി മോശം? ഈ ഹൗസ് വൈഫ്, അത് ഗൃഹഭരണം എന്ന് പറയുന്നത് അത്രക്ക് മോശപ്പെട്ട കാര്യമാണ്. അതിന് അവരെന്നെ താഴ്ത്തി കിട്ടുക. എന്താ പറയല്ലേ, പെൺകുട്ടികളെ സ്വയം പര്യാപ്തരാക്കണം. അത് മാതാവിൻ്റെയും പിതാവിൻ്റെയും കടമ തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ മക്കൾക്ക് ചില കാര്യങ്ങളും കൂടി പഠിപ്പിക്കണം. അതായത് നാളെ കല്യാണം കഴിച്ചാൽ ഭർത്താവിനെ അനുസരിച്ചിട്ട് എങ്ങനെ ജീവിക്കാമെന്നും, എങ്ങനെ ഒരു നല്ല ഭാര്യ ആവാമെന്നും, എങ്ങനെ ഒരു വീടിനെ മുന്നോട്ട് കൊണ്ടുപോകാം, കുടുംബത്തെ ഐക്യത്തോടെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ സഹനശക്തിയോടുകൂടി നിൽക്കുക, ഇതെല്ലാം പഠിപ്പിക്കണം. എന്നാലേ അവൾ നല്ലൊരു കുടുംബിനി ആവുള്ളൂ. ഇല്ലെങ്കിലേ നാളെ ഭാവിയിൽ മോക്ക് നല്ല ജോലിയും സമ്പാദ്യവും ഒക്കെ ഉണ്ടാവും. എന്നാലും കൂടെ നിൽക്കാനോ ചേർത്ത് പിടിക്കാനോ ആരും ഇല്ലാണ്ട് ജീവിതത്തുരത്തിൽ തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുന്ന മോളെയായിരിക്കും നിങ്ങൾക്ക് കാണേണ്ടി വരാം. ഇതിന് കാരണക്കാരി ഞാനാണല്ലോ എന്നുള്ള കുറ്റബോധത്തോടെ നീറി കഴിയാനായിരിക്കും നിങ്ങൾക്കും വിധിയുണ്ടാവും. ഇതൊന്നും ഓർത്തേക്കണം.